എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പേജാണ് മൂൺ ഗോഡസ് കൗച്ച് എന്ന് പറയുന്നത്. അതിപ്പോ അവരുടെ തട്ടിപ്പ് കാരണമാണെങ്കിലും ശരി, അവരുടെ ഡ്രസ്സിന്റെ ക്വാളിറ്റി കാരണമാണെങ്കിലും ശരി, എമൗണ്ട് കാരണമാണെങ്കിലും ശരി. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് പറയാൻ വിളിക്കുമ്പം അവരുടെ കസ്റ്റമർ കെയറില് നിൽക്കുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണെങ്കിലും ശരി, മൂൺ ഗോഡസ് കൗച്ച് എന്ന് പറയുന്ന ഒരു പേജിനോട് പലർക്കും ഉണ്ടാവുന്ന ഒരു അതൃപ്തിയാണെങ്കിലും ദേഷ്യമാണെങ്കിലും അങ്ങനെ പല വികാരങ്ങളും പലർക്കും ഉണ്ടാവും. കാരണം നമ്മള് പൈസ കൊടുത്ത് ഒരു സാധനം മേടിച്ചിട്ട് അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ട് അവർക്ക് തോന്നുന്ന സമയത്ത് അവർക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഏത് ചീപ്പ് ക്വാളിറ്റി ആണോ പ്രൊഡക്റ്റ് കിട്ടുന്നത് ആ രീതിയിലാണ് അവര് ഒരു വ്യക്തിക്ക് ആ സാധനം ഡെലിവർ ചെയ്യുന്നത്. നമ്മൾ ഒരു കല്യാണത്തിന് ഡ്രസ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ അടിയന്തരത്തിനായിരിക്കും നമുക്ക് അത് കിട്ടുന്നത്. അതാണ് മൂൺ ഗോഡസ് കൗച്ചിന്റെ കസ്റ്റമർ സർവീസ്. ഇപ്പോ ഈ ഒരു സർവീസ് കാരണം ഒരു ലേഡി കംപ്ലൈന്റ് കൊടുത്ത് അവർക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട്. ആ വോയിസ് ഒന്ന് കേൾക്കുന്നതിന് മുമ്പ് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ 2024 ഓഗസ്റ്റ് 14 തീയതിയാണ് മൂൺ ഗോഡസിന് ഒരു 699 ഒരു കുർത്തി ഓർഡർ ചെയ്തത്. അതില് ടോട്ടൽ 699 അതിന്റെ പ്രൈസും അതിന്റെ കൂടെ അതിന്റെ GST, ഷിപ്പിംഗ് ചാർജ് അങ്ങനെ എല്ലാം കൂടെ 807 ഞാൻ പേ ചെയ്തായിരുന്നു. അതിനകത്ത് അവര് നോർമൽ പറയുന്ന പോലെ 90 വർക്കിംഗ് ഡേയ്സ് ആണ്. അത് നോക്കിയിട്ട് തന്നെയാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത്. അതിനുശേഷം ഞാൻ 90 വർക്കിംഗ് ഡേയ്സ് അല്ല 6 months വരെ ഞാൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇവരുടെ ലേറ്റ് ആവും എന്നുള്ള ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവര് പ്രോഡക്റ്റ് മുക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു 6 month വരെ ഓക്കെ നമുക്ക് കിട്ടുമോ ഇല്ലെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തത്. 6 month ആയിട്ടും അവരുടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. ഞാനപ്പോൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അതേപോലെ ഇൻസ്റ്റാഗ്രാമില് അവർക്ക് മെസ്സേജ് അയച്ചു. ഇതിന് രണ്ടിനും അവരുടെ നോർമൽ ഫോർവേഡ് മെസ്സേജുകളാണ് അവരുടെ ഷിപ്പിംഗ് പോളിസിയും അവരുടെ പോളിസികളൊക്കെ ഉള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന നോർമൽ ആയിട്ടുള്ള അവരുടെ ഫോർവേഡ് മെസ്സേജാണ് വന്നത്. വേറൊരു റിപ്ലൈ എനിക്ക് ഇതിന് രണ്ടിനും മെയിലും കിട്ടിയില്ല, വാട്സപ്പില് ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജിലും കിട്ടി. നമുക്ക് അങ്ങനെ ഒരു ദിവസം ഞാൻ അതും കഴിഞ്ഞ് ഒരു ജാനുവരിയിലാണ് പിന്നീട് ഞാൻ ഇവരുടെ ഒരു റീലിന്റെ താഴെ ആരും ഇതേപോലെ പ്രോഡക്റ്റ് കിട്ടില്ല എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും കമന്റ് ചെയ്തത് എന്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ ഇവർ ഉടനെ കമന്റ് ഡിലീറ്റ് ചെയ്തതിനു ശേഷം അവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു. ഞങ്ങളുടെ മാനുഫാക്ചറേഴ്സ് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കൊണ്ടുവന്ന് തരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അതെപ്പോൾ തരാൻ പറ്റൂ പറയാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു ടൈം പീരീഡ് ഒന്നുമില്ല. ഞങ്ങൾക്ക് എപ്പോൾ കിട്ടുന്നോ പ്രോഡക്റ്റ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ള രീതിയിൽ വളരെ ഒരു കസ്റ്റമേഴ്സിനോട് ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഒരുമാതിരി നമ്മൾ അവരുടെ പൈസ വാങ്ങിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായത്. ഇവിടുന്ന് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടിരുന്ന പകുതി ആൾക്കാരും പറഞ്ഞൊരു കംപ്ലൈന്റ് ആണ് ഇത്. നമ്മള് ഇവരുടെ പേജില് അതായത് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയിട്ട് ഇന്ന പോലെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പം ഇവർ ആ മെസ്സേജ് കൊണ്ട് ആദ്യം മുക്കും. അത് മുക്കി കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചു കഴിയുമ്പോഴുള്ള റെസ്പോൺസ് ആണിത്. നമ്മളെന്തോ അവരുടെ ഔദാര്യം കാത്തു നിൽക്കുന്നത് പോലെയാണ് അവര് പെരുമാറുന്നത്. നമുക്ക് സാധനം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും, ഇല്ലെങ്കിൽ തരത്തില്ല. എടോ, ആ പൈസ റിട്ടേൺ അടിക്കാനുള്ള മാനേഴ്സ് എങ്കിലും നിങ്ങൾ കാണിക്കണം. പൈസയും മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് തെണ്ടിത്തരം കാണിക്കാൻ നിൽക്കരുത്. അതോ കിട്ടുന്ന ഡ്രസ്സാണെങ്കിൽ ക്വാളിറ്റി ഇല്ല, കളർ ഫെയ്ഡ് ആയിട്ടുള്ളത്. എത്ര നാളിങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കും? എന്നിട്ടും ഇപ്പോഴും കുറെ ആൾക്കാർ ഇവരെ വിശ്വസിച്ചിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത്രയും തട്ടിപ്പ് ഇത്രയും കാലമായിട്ട് പുറത്തു വന്നിട്ടും പോലീസ് കേസായിട്ടും നിങ്ങൾ വീണ്ടും ഇവർക്ക് കൊണ്ടുപോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് കൃത്യമായിട്ട് നിങ്ങളൊരു ടൈം പറയൂ, ഏത് സമയത്തിനുള്ളിൽ ആ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളത് പറയൂ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അവർക്കത് പറയാൻ പറ്റില്ല. എപ്പോ തരുന്നു അവർക്ക് തോന്നുന്ന സമയത്ത് അവർ തരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ കേസുമായിട്ട് പോകും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അന്ന് നിങ്ങൾ കേസുമായിട്ട് പൊക്കോളൂ, നമുക്കൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഓൺലൈനായിട്ട് കൺസ്യൂമർ കോടതിയിൽ പരാതി രജിസ്റ്റർ ചെയ്തത്. പരാതി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരു വർഷത്തോളം അതിന്റെ ഹിയറിങ്ങും കാര്യങ്ങളും ഒക്കെയായി. മെയ് 15 അതിന്റെ ജഡ്ജ്മെന്റ് വന്നത്. ജഡ്ജ്മെന്റിൽ
പറയുന്നത് നമുക്ക് 807 രൂപയാണ് ഞാൻ ആ പ്രോഡക്റ്റിന് ചെലവാക്കിയത്. അതിന് ഇത്ര നാളത്തെ പലിശയും എന്റെ കോടതി ചെലവും എല്ലാം കൂടെ എനിക്ക് 10,000 രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ആ ജഡ്ജ്മെന്റിൽ പറയുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിനോട് വളരെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ കേസിനായിട്ട് പോവാനുള്ള ഒരു കാര്യം, നമ്മൾ പൈസ കൊടുത്ത് ഓർഡർ ചെയ്യുന്ന ഒരു സാധനം അത് 100 രൂപയുടെ ആയിക്കോട്ടെ, 1000 രൂപയുടെയോ 10,000 രൂപയുടെയോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്ട്, നമ്മൾ അവരുടെ നിന്ന് പൈസ മേടിച്ചു എന്നിട്ട് നമ്മൾ അവരെ പറ്റിച്ചു എന്നുള്ള ഭാവത്തിൽ നിന്ന് അവരുടെ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് കോടതിയിൽ പോകണം, കേസ് ഫയൽ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള മെയിൻ റീസൺ അതായിരുന്നു. അവരുടെ ഒരു കസ്റ്റമേഴ്സിനുള്ളിൽ റൗഡ് ബിഹേവിയർ അതൊരിക്കലും നമുക്ക് അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കംപ്ലൈന്റുമായിട്ട് പോയത്. ഇത്രയും ഒരു വർഷത്തോളം എടുത്തു കോടതിയിൽ അതിന്റെ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞ് ജഡ്ജ്മെന്റ് ആവാൻ വേണ്ടി. കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളത് അവരറിഞ്ഞപ്പോ എനിക്ക് ഒരു 1 വീക്കിന്റെ ഉള്ളിൽ അവർ ഈ പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തന്നു. ഞാൻ പോയി എന്റെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം. അപ്പൊ അവർ അയച്ചു തന്നപ്പോൾ ഞാനത് കൈപ്പറ്റിയില്ല. കാരണം ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അവരോട് ചോദിച്ചു എന്റെ പ്രോഡക്റ്റ് എപ്പോൾ അയച്ചു തരും. അപ്പൊ അവർ റെസ്പോൺസ് ഒന്നും ചെയ്തില്ല. കംപ്ലൈന്റ് കൊടുത്തോളാനുമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് ഏത് ടൈപ്പിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് കൈപ്പറ്റിയില്ല, ഞാൻ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിരിച്ചയച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കോള്, അവിടുത്തെ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോള് വന്നിട്ട് ചോദിച്ചു, എന്താണ് മാഡം പ്രോഡക്റ്റ് നമ്മൾ അയച്ചിട്ട് മാഡം റിട്ടേൺ അടിച്ച് എന്തുകൊണ്ട്. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ഓർഡർ ചെയ്തിട്ട് ഇത്രയും കാലം ആയി, ഇതുവരെ നിങ്ങൾ പ്രോഡക്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കംപ്ലൈന്റ് കൊടുത്ത ഉടനെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് അയക്കാൻ വേണ്ടി ഞാനത് വാങ്ങിക്കാൻ സ്വീകരിക്കാൻ ഞാനിപ്പോ തയ്യാറല്ല, അതുകൊണ്ട് തിരിച്ചയച്ചു എന്ന് മറുപടിയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അല്ലാതെ എന്നെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടോ ഒന്നുമില്ല. കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവര് സമയത്ത് പ്രൊഡക്റ്റ് തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് ഇവരാൽ പറ്റിക്കപ്പെട്ടവരുടെ അറിവിലോട്ട് പറയുകയാണ്, എല്ലാരും കൂടെ ഓൺലൈനിൽ പോയി അങ്ങ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പൊ പിന്നെ തപ്പി കണ്ടുപിടിച്ച് എവിടെ നിന്നാണേലും ഇവര് പ്രൊഡക്റ്റ് അങ്ങ് അയച്ചെന്നോളും. മനസ്സിലായോ? ഇതേ വഴിയുള്ളൂ. നിങ്ങള് കേസ് കൊടുത്തോ എന്നറിയുമ്പം വേറെ വഴിയില്ലാതെ ഇവര് പ്രൊഡക്റ്റ് തരും. കാരണം ഇവര് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തപ്പോ അവര് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തു. ഇതാണ് ഏറ്റവും വലിയ തെളിവ്. ഇനി ഇവര് കംപ്ലൈന്റ് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്. എടേ, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഔദാര്യോ പിച്ചയോ വാങ്ങിക്കാനല്ല ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അവര് പൈസ അടച്ച് ഓർഡർ ചെയ്ത ഒരു സാധനം അവര് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ട് കല്യാണത്തിന് ഓർഡർ ചെയ്തത് അവരുടെ അടിയന്തരത്തിനല്ല കൊടുക്കേണ്ടത്. ബേസിക് മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ 90 ദിവസമാണ് സാധനം ഡെലിവറി ചെയ്യാൻ കാണിക്കുന്നത്. ആ 90 ദിവസം എടുക്കുന്നത് 1 വർഷം 2 വർഷം. ദൃശ്യ ഡി ആണ്. ദൃശ്യ ഒരു ഓഗസ്റ്റ് 16 627750 എന്ന് പറയുന്ന ഓർഡർ നമ്പറിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ റിട്ടേൺ സെക്ഷനിലേക്ക് അത് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇന്നാണ് റിട്ടേൺ വന്നിട്ടുള്ളത്. അപ്പൊ അത് എന്താണ് എൻക്വയറി ഓഗസ്റ്റ് 16 2024. എത്ര മാസമായി നമുക്ക് നമ്മൾ അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടൂലേ? എത്ര നാളെ നിങ്ങൾ പറ, നിങ്ങൾ എത്ര മാസമായി ഇപ്പൊ ഈ സാധനം നമ്മള് റിട്ടേൺ സെക്ഷനിൽ വിളിക്കുന്നത് മാം. നിങ്ങൾ ഏതെന്ന് വിളിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഏത് സെക്ഷനിലായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാന് നിങ്ങളെ പല പ്രാവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് മറുപടിയാ കിട്ടിയെന്ന് അറിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മെയ് ലാസ്റ്റിന് കൺസ്യൂമർ കോടതിയിൽ കംപ്ലൈന്റും പോയിട്ടുണ്ട്. ആ കംപ്ലൈന്റ് നിങ്ങൾക്ക് എത്തിയ ഉടനെ നിങ്ങൾക്ക് ആ സാധനം ഇവിടെ അയക്കണമെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അയക്കാനല്ല ഞാൻ എന്റെ കാശ് അവിടെ തന്നിട്ടുള്ളത്. ലീഗലി അതിന്റെ വഴിക്ക് ആ കാര്യങ്ങൾ പോയിക്കോളും. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങിക്കുന്നത്. ഇതാണ് കസ്റ്റമർ കെയറിൽ നിന്ന് കസ്റ്റമർക്ക് കിട്ടുന്ന റെസ്പെക്ട്. ഇവളുടെ വീട്ടിലെ അമ്മയുടെ അച്ഛന്റെ അടുത്തൊക്കെ ഇമാതിരി ആയിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സാധനം വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറിന്റെ അടുത്ത് ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത്. കുഴപ്പമില്ല, വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും പഠിപ്പിച്ച സംസ്കാരമല്ലേ. അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ട് അത് തിരിച്ച് ബാക്കിയുള്ള ആൾക്കാരുടെ നെഞ്ചത്തോട്ട് കയറാനുള്ള ലൈസൻസ് ആയിട്ട് എടുത്തേക്കുന്ന ഒരു സ്ഥാപനവും അതിലെ കുറെ ആൾക്കാർ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനവും ഇവര് പറ്റിപ്പാണെന്ന് അറിഞ്ഞിട്ടും അതിൽ വീണ്ടും ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരും. ഇത്രേ പറയാനുള്ളൂ. ദയവേത് ഇവരുടെ കയ്യിൽ നിന്ന് ഇനി പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരിക്കുക. നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാ
നിങ്ങൾ എന്നിട്ട് ഇവരെ കസ്റ്റമർ കെയറിൽ കംപ്ലൈന്റ് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവരത് ഡിലീറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. അതൊന്നും മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരിക്കുക. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടും. ഇനി അഥവാ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ കൺസ്യൂമർ കോർട്ടിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് നഷ്ടപരിഹാരമായിട്ട് പൈസ മേടിക്കുക. അപ്പൊ പ്രൊഡക്റ്റും കിട്ടും, പൈസയും കിട്ടും. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാ. ശരി എന്നാ.